ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ലഡു റെസിപ്പിയുമായിട്ടാണ്. സാധാരണ നമ്മൾ മോത്തിച്ചൂർ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലമാവല്ലേ ഉപയോഗിക്കാറ്. ഈ പ്രാവശ്യം ഞാൻ നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് മോത്തിച്ചൂർ ലഡു ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. 1 കപ്പ് നുറുക്ക് ഗോതമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് 1 കിലോ ലഡു വരെ ഉണ്ടാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നു. അതിന് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത കുറച്ച് ബദാമും ചോപ്പ് ചെയ്ത കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടി അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ചേർത്തി കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ബോയിൽ ചെയ്യാൻ വെക്കണം. ഷുഗർ കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവുന്ന വരെ ബോയിൽ ചെയ്യുക. അടുത്തത് നമുക്ക് ബൂന്തി റെഡിയാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നുറുക്ക് ഗോതമ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു പാനിലും 3/4 കപ്പ് നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 കപ്പ് നുറുക്ക് ഗോതമ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ കണ്ടിന്യൂസ്ലി സ്റ്റർ ചെയ്തുകൊണ്ട് നിൽക്കണം. അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആകുന്നവരെ. ഇപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചായി വന്ന് ഒരു വൈറ്റ് കളറായി വന്നാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ചെക്ക് ചെയ്യാം. ഷുഗർ സിറപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഷുഗറൊക്കെ ശരിക്കും ഡിസോൾവ് ആയിക്കുന്ന, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. മോത്തിച്ചൂർ ലഡു സാധാരണ ഒരു ഓറഞ്ച് കളറിലല്ലേ ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിൽ കുറച്ച് കളർ ചേർത്തി കൊടുക്കാം. ഈ സ്റ്റെപ്പ് ടോട്ടലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ കളർ ചേർത്തേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. എന്നിട്ടൊരു 15 to 20 മിനിറ്റ്സ് വരെ ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇതിലും എളുപ്പം കുക്കർ ഉപയോഗിക്കുന്നതാണ്. ഒരു 4 വിസിൽസ് മതിയാവും. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി ഇത് നമുക്ക് അല്പനേരത്തിന് മൂടി വെക്കാം. ഇപ്പം നമ്മൾ ലഡു മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ശരിക്ക് ഷുഗർ സിറപ്പൊക്കെ ശരിക്കും അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം വരെ അത് അങ്ങനെ തന്നെ മൂടി വെക്കാം. കുറച്ചൊരു ചൂട് തണിയുന്ന വരെ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കിത് ശരിക്ക് നമ്മളെ കൈകൊണ്ട് തൊടാൻ പറ്റിയ ചൂടാകുന്ന സമയത്ത് നമുക്കിതിന് ലഡുവിൻ്റെ ഷേപ്പ് കൊടുക്കാം. നമുക്ക് എക്സ്ട്രാ നെയ്യോ ഓയിലോ ഒന്നും കയ്യിൽ പുരട്ടേണ്ട ആവശ്യം വരില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നന്നായിട്ട് നല്ലോണം നല്ല ഭംഗിയിൽ ഷേപ്പായി വരുന്നില്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ലഡു ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ലഡു എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു റെഡി ആയിട്ടുണ്ട്. ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ മേലെ കാഷ്യൂ നട്ടോ അതോ ബദാം പൊടിച്ചതോ സ്ലൈറ്റ്ലി പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം.